ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 1983-ൽ പുറത്തിറങ്ങിയ ഹൊറർ ഫാന്റസി മൂവിയായ ക്രിസ്റ്റീൻ എന്നു പറഞ്ഞ മൂവിയുടെ എക്സ്പ്ലനേഷനായിട്ടാണ്. നമുക്കൊട്ടും സമയം കളയാതെ അതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. 1950-ലാണ് കഥ ആരംഭിക്കുന്നത്. ഒരു കാർ ഫാക്ടറി നിരവധി വാഹനങ്ങൾ നിർമ്മിക്കുന്നു. ഒരു മെക്കാനിക്ക് ഒരു പ്രത്യേക ചുവന്ന കാറിൽ ജോലി ചെയ്യുന്നു. എഞ്ചിൻ പരിശോധിക്കുന്നതിനിടയിൽ ഹുഡ് പെട്ടെന്ന് അടയുകയും കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. ചികിത്സയ്ക്കായി അദ്ദേഹത്തെ പെട്ടെന്നൊരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് മറ്റൊരു മെക്കാനിക്ക് അതേ കാർ പരിശോധിക്കാൻ വരുന്നു. അകത്തിരിക്കുമ്പോൾ സിഗരറ്റിൽ നിന്നുള്ള ചാരം ആകസ്മികമായി സീറ്റിൽ വീഴുന്നു. നിരവധി മണിക്കൂറുകൾ കടന്നുപോകുന്നു. ഫാക്ടറി അടച്ചിടുന്നു. എല്ലാവരും പോയി വീട്ടിലേക്ക് പോകുന്നു. എന്നിരുന്നാലും സൂപ്പർവൈസർ എത്തുമ്പോൾ ചുവന്ന കാറിന്റെ ലൈറ്റുകൾ ഇപ്പോഴും കത്തുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. വാതിൽ തുറന്ന ഉടനെ സിഗരറ്റുമായി മെക്കാനിക്കിന്റെ മൃതദേഹം പെട്ടെന്നണയുന്നു. 28 വർഷങ്ങൾക്കു ശേഷം ഞങ്ങൾ ഡെന്നിസ് എന്ന വിദ്യാർത്ഥിയെ കണ്ടുമുട്ടുന്നു. ആർണി എന്ന മറ്റൊരു ആൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം തന്റെ കാർ ഓടിക്കുന്നു. ആർണി ശാന്തനും പഠനത്തിൽ ശ്രദ്ധാലുവുമായ ഒരു കൗമാരക്കാരനാണ്. ഡെന്നിസും ആർണിയും വളരെ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുള്ളവരാണെങ്കിലും അവർ അടുത്ത സുഹൃത്തുക്കളാകുന്നു. സ്കൂളിലെ ആദ്യ ദിവസമാണ്. എത്തിയതിനുശേഷം അവരവരുടെ പുതിയ പുസ്തകങ്ങൾ അവരുടെ ലോക്കറുകളിൽ വയ്ക്കുന്നു. ആ നിമിഷം ആർണി ലീ എന്ന പുതിയ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. അവളുടെ സൗന്ദര്യം സ്കൂളിലെ മിക്കവാറും എല്ലാ ആൺകുട്ടികളുടെയും ശ്രദ്ധയാകർഷിക്കുന്നു. ആ ദിവസം വൈകി ഡെന്നിസും ആർണിയും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാർ ആർണി പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അവനുടൻ തന്നെ ഡെന്നിസിനോട് കാർ നിർത്താൻ പറയുന്നു. അവരടുത്തേക്ക് നീങ്ങുമ്പോൾ ഒരു പഴയ ചുവന്ന ക്ലാസിക് കാർ അവർ കണ്ടെത്തി. ഫാക്ടറിയിൽ നേരത്തെ കാണിച്ച അതേ ചുവന്ന കാറാണിത്. പക്ഷേ ഇപ്പോൾ അത് വളരെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ആർണി തൽക്ഷണം അതിൽ ആകൃഷ്ടനാകുന്നു. അപ്പോഴാണ് കാറിന്റെ ഉടമ ജോർജ് അവരുടെ അടുത്തേക്ക് നടക്കുന്നത്. കാറിന്റെ പേര് ക്രിസ്റ്റീൻ എന്നും ഒരിക്കൽ തന്റെ സഹോദരന്റേതാണെന്നും അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരിച്ചുപോയതാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ജോർജ് കാർ വേഗത്തിൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ അത് വെറും $50 വിൽക്കാൻ സമ്മതിക്കുന്നു. ഇത്രയും തകർന്ന വാഹനത്തിനായി പണം പാഴാക്കരുതെന്ന് ഡെന്നിസ് ആർണിയോട് മുന്നറിയിപ്പ് നൽകുന്നു. പകരം ഒരു മികച്ച കാർ വാങ്ങാൻ നിർദ്ദേശിക്കുന്നു. എന്നിരുന്നാലും ആർണി ഉപദേശം അവഗണിക്കുകയും ക്രിസ്റ്റീനയെ വാങ്ങുകയും ചെയ്യുന്നു. അന്ന് വൈകുന്നേരം അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാറ് വാങ്ങുന്നതിനെക്കുറിച്ച് മാതാപിതാക്കളോട് പറയുന്നു. അവന്റെ അമ്മ ദേഷ്യപ്പെടുകയും തീരുമാനത്തിന് അവനെ ശകാരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ചാണ് അദ്ദേഹം അത് വാങ്ങുന്നതെന്നതിനാൽ ആർണി അത് കാര്യമാക്കുന്നില്ല. കാർ അവരുടെ വീട്ടിൽ താമസിക്കാൻ അവന്റെ അമ്മ വിസമ്മതിക്കുന്നു. ഫലമായി ആർണിയും ഡെന്നിസും ക്രിസ്റ്റീനയെ ഒരു ഗാരേജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവർ ഗാരേജ് ഉടമയായ വില്ലിനെ കണ്ടുമുട്ടുന്നു. അദ്ദേഹം ഒരു പരുഷ സ്വഭാവിയും ദേഷ്യക്കാരനുമായ വൃദ്ധനാണ്. അദ്ദേഹത്തിന്റെ മനോഭാവം ഉണ്ടായിരുന്നിട്ടും വിൽ ആർണിക്ക് കാർ അവിടെ സൂക്ഷിക്കാൻ അനുവദിക്കുന്നു. മടങ്ങുമ്പോൾ ഡെന്നിസ് ആർണിയോട് എന്തിനാണ് ഇത്രയും ഭയാനകമായ ഒരു കാർ വാങ്ങിയതെന്ന് ചോദിക്കുന്നു. ക്രിസ്റ്റീൻ തന്നെ തിരഞ്ഞെടുത്തതിനാൽ താൻ ക്രിസ്റ്റീനെ തിരഞ്ഞെടുത്തില്ലെന്ന് ആർണി മറുപടി പറയുന്നു. പിറ്റേ ദിവസം ഉച്ചഭക്ഷണ ഇടവേളയിൽ ഡെന്നിസ് ആർണിക്കായി കാത്തിരിക്കുന്നു. ആർണി വളരെ നേരം എത്താത്തപ്പോൾ ഡെന്നിസ് തന്നെ അന്വേഷിക്കാൻ പോകുന്നു. ബഡ്ഡി എന്ന ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ ആർണിയെ ശല്യപ്പെടുത്തുന്നത് അയാൾ കണ്ടെത്തുന്നു. ഡെന്നിസ് ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ബഡ്ഡി തന്നെ ഉച്ചഭക്ഷണം തറയിലെറിഞ്ഞ് ആർണിയെ അവന്റെ മേൽ തള്ളുന്നു. പോരാട്ടത്തിനിടയിൽ ആർണിയുടെ കണ്ണട വീണു. തുടർന്ന് ബഡ്ഡി അവരുടെ മേൽ ചവിട്ടി അവരെ പൂർണ്ണമായും ചവിട്ടിമെതിക്കി. ആർണിയുടെ അവസ്ഥയിൽ അവൻ ചിരിക്കുകയും എല്ലാവരുടെ മുന്നിൽ അവനെ അപമാനിക്കുകയും ചെയ്യുന്നു. അവസരം കണ്ട ഡെന്നിസ് പെട്ടെന്ന് ബഡ്ഡിയെ ആക്രമിക്കുന്നു. ആ നിമിഷം ബഡ്ഡിയുടെ സംഘം ഓടിവന്ന് ഡെന്നിസിനെ ക്രൂരമായി മർദ്ദിച്ചു. താമസിയാതെ ഒരു അധ്യാപകനെത്തി വഴക്ക് നിർത്തി. ബഡ്ഡി തന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതായി ആർണി അധ്യാപികയോട് പറഞ്ഞു. ബഡ്ഡിയുടെ പോക്കറ്റുകൾ ഖാലിയാക്കാൻ ടീച്ചർ ഉത്തരവിട്ടു. അവിടെ നിന്നും അതേ കത്തി കണ്ടെത്തി. തൽഫലമായി ബഡ്ഡിയെയും സുഹൃത്തുക്കളെയും പ്രിൻസിപ്പാളിന്റെ ഓഫീസിലേക്ക് അയച്ചു. താമസിയാതെ ബഡ്ഡിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. നിരവധി ആഴ്ചകൾ കടന്നുപോയി. ആർണി തന്റെ മുഴുവൻ സമയവും കാറുകൾ നന്നാക്കാൻ ചെലവഴിച്ചു. ഗാരേജ് ഉടമ ഒടുവിൽ ഗാരേജിൽ സഹായിക്കാൻ ആർണിയെ നിയമിക്കുകയും ക്രിസ്റ്റീനിന് വേണ്ടി സ്പെയർ പാർട്സ് ശേഖരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ആർണി സന്തോഷത്തോടെ ഓഫർ സ്വീകരിച്ചു. വാഹനങ്ങൾ നന്നാക്കുന്നതിൽ പൂർണ്ണമായും മുഴുകി. എല്ലാ ദിവസവും ക്രിസ്റ്റീനുമായി പ്രവർത്തിക്കുമ്പോൾ അവൻ പതുക്കെ കാറിനോട് വൈകാരികമായി അടുപ്പത്തിലായി. കുറച്ചുനാളായി ഒരുമിച്ച് സമയം ചെലവഴിക്കാത്തതിനാൽ ഒരു വൈകുന്നേരം ഡെന്നിസ് ആർണിയെ കാണാൻ പോയി. ആർണി എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ആർണി ഇപ്പോൾ സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. കണ്ണട ആവശ്യമില്ല. അസാധാരണമായ ആത്മവിശ്വാസത്തോടെയും ആക്രമണോത്സുകതയോടെയും പെരുമാറി. ഗാരേജിനുള്ളിൽ ജോലിക്ക് പോകുന്നതിനു മുമ്പ് ഡെന്നിസിനോട് കഷ്ടിച്ച് സംസാരിച്ച അദ്ദേഹം വീണ്ടും പോകാൻ ശ്രമിച്ചു. പിന്നീട് ആർണിയുടെ അമ്മ അവനെ വീണ്ടും പോകാൻ തടയാൻ ശ്രമിച്ചു. എന്നിരുന്നാലും
എന്നിരുന്നാലും ആർണി അവളെ അവഗണിച്ച് നടന്നു. ആർണിയെയും ക്രിസ്റ്റീനെയും കുറിച്ച് തനിക്ക് വളരെയധികം ആശങ്കയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അമ്മ ഡെന്നിസിനോട് പറഞ്ഞു. കാറിന്റെ മുന്നുടമ കാറിനുള്ളിൽ ശ്വാസം മുട്ടി മരിച്ചുവെന്ന് അറിഞ്ഞതായി അവർ വിശദീകരിച്ചു. ഇത് കേട്ട ശേഷം ഡെന്നിസ് ജോർജിനെ കാണാൻ തീരുമാനിച്ചു. ജോർജ് തന്റെ സഹോദരന്റെയും ക്രിസ്റ്റീനിന്റെയും അസ്വസ്ഥമായ കഥ പങ്കുവച്ചു. കാർ വാങ്ങിയ ശേഷം തന്റെ സഹോദരൻ അതിൽ പൂർണ്ണമായും ഭ്രാന്തനായി എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒടുവിൽ തന്റെ ഭാര്യയും മകളും ഒരേ കാറിൽ മരിച്ചു. സഹോദരന്റെ മരണം ശേഷം ക്രിസ്റ്റീൻ എങ്ങനെയോ ഗാരേജിൽ ഉപേക്ഷിക്കപ്പെട്ടു. തുടർന്ന് ജോർജ് ഡെന്നിസിനായി കാറ് തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം ഹാൻഡിൽ തൊട്ട നിമിഷം റേഡിയോ പെട്ടെന്ന് സ്വയം ഓണായി. വിചിത്രമായ സംഭവത്തിൽ ഭയന്ന ഡെന്നിസ് പെട്ടെന്നോടിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഒരു ഫുട്ബോൾ മത്സരത്തിനായി ഡെന്നിസ് സ്കൂൾ സ്റ്റേഡിയത്തിലെത്തി. തന്റെ ടീമിനായി ഒരു പ്രധാന ഗോൾ നേടുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പെട്ടെന്ന് ക്രിസ്റ്റീനിൽ ആർണി വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. കാർ ഇപ്പോൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചതും കുറ്റമറ്റതുമായി കാണപ്പെട്ടു. ചുറ്റുമുള്ള എല്ലാവരെയും അതിൽ അത്ഭുതപ്പെടുത്തി. ഡെന്നിസിനും സുഹൃത്തുക്കൾക്കും പോലും അത് അതേ കേടുപാടുള്ള വാഹനമാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ നിമിഷം ലീ കാറിൽ നിന്ന് ഇറങ്ങി എല്ലാവരുടെയും മുന്നിൽ ആർണിയെ ചുംബിച്ചു. ഇത് കണ്ട് ഡെന്നിസിനെ അസ്വസ്ഥനാക്കുകയും മത്സരത്തിനിടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. എതിർ ടീം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധക്കുറവ് മുതലെടുത്തു. ഒരു കളിക്കാരൻ ഡെന്നിസിനെ ശക്തമായി തള്ളിയിട്ട് പന്ത് തട്ടിയെടുത്തു. ആഘാതത്തിൽ ഡെന്നിസ് അതിശക്തമായി നിലത്തേക്ക് വീണു. അയാൾക്കുടൻ തന്നെ ബോധം നഷ്ടപ്പെടുകയും ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡെന്നിസ് ഒരു ആശുപത്രി മുറിയിൽ ഉണർന്നു. കാലും കഴുത്തും കനത്ത പ്ലാസ്റ്റർ കാസ്റ്റുകൾ കൊണ്ട് മൂടിയിരുന്നു. ആ നിമിഷം ആർണി തന്നെ കാണാനെത്തി. തന്റെ സുഹൃത്ത് എല്ലാ ദിവസവും കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഡെന്നിസ് മനസ്സിലാക്കി. ഒരു മാസം മുമ്പ് ആർണി ലജ്ജാശീലനും നിശബ്ദനും കുടുംബത്തോട് അനുസരണീയമായിരുന്നു. ഇപ്പോൾ അവൻ തികച്ചും വ്യത്യസ്തമായൊരു വ്യക്തിയായി തോന്നി. ഒരു ചെറിയ സംഭാഷണത്തിനു ശേഷം ആർണി പെട്ടെന്ന് വിട പറഞ്ഞ് ആശുപത്രി വിട്ടു. അതേ ദിവസം വൈകുന്നേരം ലീയുമായി സിനിമയ്ക്ക് പോയി. പിന്നീട് ഇരുവരും ക്രിസ്റ്റീനിനുള്ളിൽ ഒരുമിച്ചിരുന്ന് ചുംബിക്കാൻ തുടങ്ങി. നിമിഷം കൂടുതൽ തീവ്രമായപ്പോൾ ലീ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി. ആർണി അവളെ പിന്തുടർന്ന് എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു. ലീ അവനോട് താൻ അവളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാറിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ വാക്കുകൾ ആർണിയെ ആശയക്കുഴപ്പത്തിലാക്കി. പക്ഷേ ഒടുവിൽ അയാൾ അവളെ ക്രിസ്റ്റീനിലേക്ക് തിരികെ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചു. അപ്പോഴാണ് വിൻഷീൽഡ് പെട്ടെന്ന് സ്വയം പൊട്ടി. കേടുപാടുകൾ പരിശോധിക്കാൻ ആർണി ഉടൻ പുറത്തിറങ്ങി. അതേസമയം ലീ കാറിനുള്ളിൽ എന്തെങ്കിലും കഴിക്കാൻ കൈ നീട്ടി. പെട്ടെന്ന് ആരും തൊടാതെ റേഡിയോ സ്വയം സ്വിച്ച് ഓൺ ചെയ്തു. അതേ നിമിഷം ഡാഷ്ബോർഡിൽ നിന്ന് പെട്ടെന്നൊരു തിളക്കമുള്ള വെളിച്ചം മിന്നി. ലീ ശ്വാസം മുട്ടാൻ തുടങ്ങി. ശരിയായി ശ്വസിക്കാൻ പാടുപെട്ടു. ആർണി ഉടൻ തന്നെ അവളെ സഹായിക്കാൻ ഓടി. പക്ഷേ കാറിന്റെ വാതിലുകൾ അകത്തുനിന്ന് പൂട്ടി. നിരാശയിൽ അവൻ പുറത്തുനിന്ന് വാതിലുകൾ തുറക്കാൻ ആവർത്തിച്ചു ശ്രമിച്ചു. പക്ഷേ ഒന്നും ഫലിച്ചില്ല. ലീ ശ്വാസമുട്ടലിന്റെ വക്കിലെത്തിയപ്പോൾ ഒടുവിൽ അവൾ സ്വയം വാതിൽ തുറക്കാൻ കഴിഞ്ഞു. സമീപത്തുള്ള ഒരാൾ അവളെ സഹായിക്കാൻ വേഗത്തിൽ കാറിൽ നിന്ന് പുറത്തെടുത്തു. ഇത് കണ്ട ആർണി ദേഷ്യത്തോടെ ആ മനുഷ്യനെ ആക്രമിച്ചു. എന്നിരുന്നാലും ആ മനുഷ്യൻ ലീയുടെ തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണം നീക്കം ചെയ്തുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുക മാത്രമായിരുന്നു. ഒടുവിൽ സ്ഥിതിഗതികൾ ശാന്തമായി. ആർണി പിന്നീട് ലീയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാറിൽ നിന്നിറങ്ങിയ ശേഷം ലീ അവനോട് ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. സംഭവിച്ച എല്ലാത്തിനും ആർണി ക്ഷമ ചോദിക്കാൻ ശ്രമിച്ചു. പക്ഷേ ക്രിസ്റ്റീൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന ഭയാനകമായ തോന്നൽ ലീക്ക് മറക്കാൻ കഴിഞ്ഞില്ല. കാറിനുള്ളിൽ ഒരുമിച്ച് സമയം ചിലവഴിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നതിനാൽ കാറിന് തന്നോട് അസൂയയുണ്ടെന്നും അവൾ വിശ്വസിച്ചു. അവളുടെ ആശങ്കകൾ കേട്ടപ്പോൾ ആ സംഭവത്തിൽ അവൾ വൈകാരികമായി അസ്വസ്ഥയാണെന്ന് ആർണി മനസ്സിലാക്കി. അടുത്ത ദിവസം വീണ്ടും സംസാരിക്കാമെന്ന് അദ്ദേഹം ശാന്തമായി അവളോട് പറഞ്ഞു. പിന്നീട് ആർണി ക്രിസ്റ്റീനിലേക്ക് മടങ്ങി കാറിനുള്ളിലിരുന്നു. എന്നിരുന്നാലും എഞ്ചിൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിസമ്മതിച്ചു. കാറിനോട് സംസാരിക്കുന്നതിനിടയിൽ ലീക്ക് എന്ത് സംഭവിച്ചാലും താൻ എപ്പോഴും ക്രിസ്റ്റീനിനെ അതേ രീതിയിൽ സ്നേഹിക്കുമെന്ന് ആർണി പറഞ്ഞു. വീണ്ടും താക്കോൽ തിരിച്ച നിമിഷം എഞ്ചിൻ തൽക്ഷണം സ്റ്റാർട്ട് ചെയ്തു. അയാൾ നേരെ ഗാരേജിലേക്ക് വണ്ടി ഓടിച്ചു. ക്രിസ്റ്റീനയെ അവിടെ പാർക്ക് ചെയ്തു വീട്ടിലേക്ക് മടങ്ങി. കുറച്ചു സമയത്തിനു ശേഷം ബഡ്ഡിയും സംഘവും രഹസ്യമായി ഗാരേജിൽ പ്രവേശിച്ചു. അവർ വ്യത്യസ്ത ആയുധങ്ങൾ കൈവശം വെച്ചിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ അവർ ക്രിസ്റ്റീനിനെ പൂർണ്ണമായും നശിപ്പിച്ചു. പിറ്റേന്ന് ആർണി എങ്ങനെയോ ലീയുമായി സമാധാനം സ്ഥാപിച്ചു. ആർണിക്ക് കാറിൽ നിന്ന് തന്റെ വാലറ്റ് വീണ്ടെടുക്കാൻ വേണ്ടി അവർ ഒരുമിച്ച് ഗാരേജിലേക്ക് പോയി. അവർ ഉള്ളിൽ കടന്നയുടനെ ക്രിസ്റ്റീൻ പൂർണ്ണമായും തകർന്ന നിലയിൽ കണ്ടപ്പോൾ ആർണി ഭയന്നു. ഇത്രയും ഭയാനകമായ ഒരു കാര്യം ആർക്കാണ് ചെയ്യാൻ കഴിയുക എന്ന് ലീ ചോദിച്ചു. പക്ഷേ ഉത്തരം പറയുന്നതിനു പകരം ആർണി പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അവളോട് ആക്രോശിച്ചു. അവളോട് പോകാൻ പറഞ്ഞു. കാറ് നശിച്ചതിനെക്കുറിച്ച് ആർണി തന്റെ മാതാപിതാക്കളെ അറിയിച്ചു. അവർ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മറ്റൊരു വാഹനം വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നിരുന്നാലും ഇത് ആർണിയെ കൂടുതൽ കോപാകുലനാക്കി. ലീയെ പോലെ തന്നെ തന്റെ മാതാപിതാക്കളും ക്രിസ്റ്റീനെ വെറുക്കുന്നുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. ക്രിസ്റ്റീന് സംഭവിച്ചതിന് അവൻ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്റ്റീനെ വീട്ടിൽ സൂക്ഷിക്കാൻ അവർ അനുവദിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അവൻ അവകാശപ്പെട്ടു. അവന്റെ കോപം കൂടുതൽ ശക്തമായി. അവൻ തന്റെ മാതാപിതാക്കളെ അപമാനിക്കാൻ തുടങ്ങി. പിന്നീട് അവൻ തന്റെ മുറിയിലേക്ക് ഇരച്ചുകയറി.
അവന്റെ അച്ഛൻ അവനെ തടഞ്ഞു നിർത്തി അമ്മയോട് ക്ഷമ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പകരം അവൻ അവനെയും അപമാനിക്കുന്നത് തുടർന്നു. ഒടുവിൽ അവന്റെ അച്ഛന് ക്ഷമ നഷ്ടപ്പെട്ട് അവന്റെ നേരെ കൈ ഉയർത്തി. ആർണി ദേഷ്യത്തോടെ പ്രതികരിച്ച് നിശബ്ദമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ നേരെ ക്രിസ്റ്റീനിന്റെ അടുത്തേക്ക് പോയി. കാറ് വീണ്ടും ഓരോന്നായി നിർണ്ണാപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അടുത്തത് അവൻ കണ്ടത് അവനെ പൂർണ്ണമായും ഞെട്ടിച്ചു. അവന്റെ കൺമുന്നിൽ ക്രിസ്റ്റീൻ ജീവനുള്ളതുപോലെ സ്വയം നന്നാക്കാൻ തുടങ്ങി. ആർണി അത്ഭുതത്തോടെയും ആവേശത്തോടെയും നോക്കി. കാറിന് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ കാറിനോട് സംസാരിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ക്രിസ്റ്റീൻ സ്വയം സുഖം പ്രാപിച്ചു. ആ രാത്രിയിൽ അർദ്ധരാത്രിയോടെ ബഡ്ഡിയുടെ സംഘാംഗങ്ങളിൽ ഒരാളായ മുച്ചി എന്ന ആൺകുട്ടി റോഡിന്റെ നടുവിൽ ഒരു ട്രക്ക് നിർത്തി അത് കൊള്ളയടിച്ചു. പെട്ടെന്ന് ദൂരെ നിന്നൊരു കാർ എഞ്ചിൻ വരുന്ന ശബ്ദം അവൻ കേട്ടു. കൗതുകത്തോടെ കൂടുതൽ സൂക്ഷ്മമായി നോക്കാൻ അവൻ മുന്നോട്ട് നടന്നു. വാഹനം തിരിച്ചറിഞ്ഞ നിമിഷം ഭയം അവനെ കീഴടക്കി. അത് ക്രിസ്റ്റീനായിരുന്നു. കാർ പതുക്കെ തന്റെ തൊട്ടുമുന്നിൽ നിർത്തി പൂർണ്ണമായും പുതിയതും കേടുപാടുകൾ കൂടാതെയും കാണപ്പെട്ടു. കാറിനുള്ളിൽ ആർണിയുണ്ടെന്ന് മുച്ചി അനുമാനിച്ചു. ക്രിസ്റ്റീനെ നശിപ്പിച്ചതിന് താനും ബഡ്ഡിയും ഉത്തരവാദികളാണെന്ന് ആർണി കണ്ടെത്തിയിരിക്കാമെന്ന് അയാൾ മനസ്സിലാക്കി. ഭയന്ന മുച്ചി ക്ഷമാപണം നടത്താൻ തുടങ്ങി. ക്ഷമാപണം നടത്തി. കാർ പിന്നീട് അതിവേഗത്തിൽ തന്റെ നേരെ വേഗത കൂട്ടി. മുച്ചി പരിഭ്രാന്തനായി തന്റെ ജീവനുവേണ്ടി ഓടി. റോഡരികിലുള്ള ഒരു ഇടുങ്ങിയ ഇടവഴിയിൽ അയാൾ പെട്ടെന്നൊളിച്ചു. ഒരു നിമിഷം കാർ തന്നെ പിന്തുടരുന്നത് നിർത്തിയെന്ന് അയാൾ വിശ്വസിച്ചു. എന്നാൽ നിമിഷങ്ങൾക്ക് ശേഷം ക്രിസ്റ്റീൻ തിരിച്ചെത്തി അവനെ വേട്ടയാടുന്നത് തുടർന്നു. രക്ഷപ്പെടാൻ മുച്ചി ഉപേക്ഷിക്കപ്പെട്ട ഒരു വെയർഹൌസിലേക്ക് ഓടി. എന്നിരുന്നാലും ക്രിസ്റ്റീൻ വേഗത കുറയ്ക്കാതെ പ്രവേശന കവാടത്തിലൂടെ ഇടിച്ചു. ഒടുവിൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു രക്ഷപ്പെടൽ മാർഗമില്ലാതെ മുച്ചി കുടുങ്ങി. ഭയന്ന് അയാൾ ഒരു കത്തി പുറത്തെടുത്ത് കാറിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ക്രിസ്റ്റീൻ നേരിട്ട് അയാളെ ആക്രമിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ആർണി ഡെന്നിസിനെ സന്ദർശിക്കുകയും മുച്ചിയുടെ മരണത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു. വാർത്ത കേട്ടപ്പോൾ ഡെന്നിസ് ഞെട്ടിപ്പോയി. പൂർണ്ണമായും തകർന്നതിനുശേഷം ക്രിസ്റ്റീൻ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കാർ സാരമായി തകർന്നിരുന്നു, പക്ഷെ എങ്ങനെയോ അത് സ്വയം പുനഃസ്ഥാപിച്ചു. ആർണി ഒരു വിശദീകരണവും നൽകാതെ നിശബ്ദമായി പോയി. താമസിയാതെ ഡെന്നിസിനെ ചോദ്യം ചെയ്യാൻ ഡിറ്റക്റ്റീവ് ജെങ്കിൻസ് എത്തി. ക്രിസ്റ്റീനെതിരായ ആക്രമണവും മുച്ചിയുടെ കൊലപാതക കേസും അന്വേഷിക്കുകയാണെന്ന് ഡിറ്റക്റ്റീവ് വിശദീകരിച്ചു. മുച്ചിയുടെ മരണത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് ഡെന്നിസ് അവകാശപ്പെട്ടു. എന്നിരുന്നാലും വാർത്ത കേട്ടപ്പോൾ തനിക്ക് വിചിത്രമായി സന്തോഷമുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഈ മറുപടി കേട്ടപ്പോൾ ഡിറ്റക്റ്റീവ് ജെങ്കിൻസിന് സംശയം തോന്നി. തകർന്ന കാർ എങ്ങനെയോ രാത്രിയിൽ തന്നെ നന്നാക്കിയെന്ന് ലീ പറഞ്ഞതായി അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് കേട്ട ശേഷം ആർണി നിശബ്ദമായി നടന്നു. പിന്നീട് അദ്ദേഹം ലീയെ വിളിച്ച് അവളെ കാണാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവൾ അവനെ കാണാൻ വിസമ്മതിച്ചു. ഇത് ആർണിയെ കൂടുതൽ കോപാകുലനാക്കി. അതേസമയം ബഡ്ഡിയും സുഹൃത്ത് ഡോണും മദ്യപിച്ചു വാഹനമോടിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. യാത്രക്കിടയിൽ മറ്റൊരു കാർ അവരെ അടുത്തേക്ക് പിന്തുടരുന്നത് അവർ ശ്രദ്ധിച്ചു. ബഡ്ഡി തന്റെ കാർ നിർത്തി പിന്നിൽ ആരാണെന്ന് നോക്കി. എന്നിരുന്നാലും ഡ്രൈവറെ വ്യക്തമായി കാണാൻ അദ്ദേഹത്തിന് ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം തടസ്സമായി. തുടർന്ന് അദ്ദേഹം വാഹനം പിന്നോട്ടു മാറ്റി ദുരൂഹമായ കാറും പിന്നോട്ടു പോകാൻ തുടങ്ങി. നിമിഷങ്ങൾക്ക് ശേഷം അവരെ പിന്തുടരുന്ന കാർ ക്രിസ്റ്റീനാണെന്ന് അവർ മനസ്സിലാക്കി. കോപത്താൽ നിറഞ്ഞ ബഡ്ഡി വേഗത്തിലോടിച്ചെന്ന് തന്റെ സുഹൃത്ത് റിച്ചി ജോലി ചെയ്യുന്ന ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. അയാൾ കാറിൽ നിന്നിറങ്ങി ഒരു ലോഹവടിയെടുത്ത് ഡ്രൈവറെ നേരിടാൻ തയ്യാറായി. ക്രിസ്റ്റീനിനുള്ളിലുള്ള വ്യക്തിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ബഡ്ഡി ദൃഢനിശ്ചയം നിരംഭിച്ചു. എന്നാൽ അയാൾ പ്രതികരിക്കുന്നതിനു മുൻപ് ക്രിസ്റ്റീൻ പെട്ടെന്ന് വേഗത്തിൽ മുന്നോട്ടു കുതിച്ച് ബഡ്ഡിയുടെ കാറിലിടിച്ചു. കൂട്ടിയിടിയിൽ വാഹനത്തിന് വലിയ നാശനഷ്ടമുണ്ടായി. ബഡ്ഡി വിശ്വസിച്ചത് ആർണിയാണ് കാർ ഓടിച്ചതെന്നാണ്. അവനോട് പുറത്തിറങ്ങാൻ ആക്രോശിച്ചു. പകരം ക്രിസ്റ്റീൻ കൂടുതൽ ശക്തിയോടെ വീണ്ടും കാറിലിടിച്ചു. ആഘാതം ബഡ്ഡിയുടെ വാഹനം നേരിട്ട് വർക്ക്ഷോപ്പ് ഏരിയയിലേക്ക് തള്ളിമാറ്റി. അതേസമയം ബഡ്ഡിയുടെ കാറിൽ നിന്ന് പെട്രോൾ ചോരാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ഇന്ധനത്തിന് തീ പിടിച്ചു. ഒരു വലിയ സ്ഫോടനമുണ്ടായി. നിമിഷങ്ങൾക്കുള്ളിൽ ഗ്യാരേജ് മുഴുവൻ തകർന്നു. റിച്ചിയും തീയിൽ കുടുങ്ങി കത്തിമരിച്ചു. കുഴപ്പങ്ങൾ കണ്ട ബഡ്ഡി രക്ഷപ്പെടാൻ തീവ്രമായി ശ്രമിച്ചു. എന്നിരുന്നാലും തീയിൽ പൂർണ്ണമായും മുങ്ങിയ ക്രിസ്റ്റീൻ അദ്ദേഹത്തെ പിന്തുടരുന്നത് തുടർന്നു. ഒടുവിൽ കത്തുന്ന കാർ ബഡ്ഡിയെയും പിടികൂടി തകർത്തു. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം പൂർണ്ണമായി നശിച്ചു. കുറച്ചു സമയത്തിനു ശേഷം ഒരു കാർ ഗ്യാരേജിലേക്ക് പ്രവേശിക്കുന്ന ശബ്ദം വിൽ കേട്ടു. അയാൾ പുറത്തേക്ക് നോക്കിയപ്പോൾ പുകയും തീയും നിറഞ്ഞ ക്രിസ്റ്റീനെ അയാൾ കണ്ടു. ആർണി മറ്റൊരു വാഹനം നന്നാക്കാൻ മറ്റെവിടെയോ പോയതിനാൽ വിൽ ഞെട്ടിപ്പോയി. കാറിനുള്ളിൽ ആരാണെന്ന് കാണാൻ വിൽ തോക്കെടുത്ത് ക്രിസ്റ്റീന്റെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ ഉപരിതലം വളരെ ചൂടായിരുന്നു. കൈ സംരക്ഷിക്കാൻ ഒരു തുണി ഉപയോഗിച്ച് ഒടുവിൽ അയാൾക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞു. ഞെട്ടിപ്പോയി. കാർ പൂർണ്ണമായും ശൂന്യമായിരുന്നു. ആശയക്കുഴപ്പത്തിലായ വിൽ പതുക്കെ ക്രിസ്റ്റീന്റെ ഉള്ളിലേക്ക് കയറി. എന്നിരുന്നാലും ഈ തീരുമാനം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുത്തുമായിരുന്നു. കാരണം ക്രിസ്റ്റീൻ ഒരു സാക്ഷിയെയും ജീവനോടെ വിടാൻ തയ്യാറായിരുന്നില്ല. പെട്ടെന്ന് വാതിലുകൾ അകത്തുനിന്നു പൂട്ടി. തുടർന്ന് ക്രിസ്റ്റീൻ വില്ലിന്റെ തല ഡാഷ്ബോർഡിൽ ശക്തമായി ഇടിച്ച് അദ്ദേഹത്തെ കൊന്നു. പിറ്റേന്ന് രാവിലെ ആർണി ഗ്യാരേജിലെത്തി. പുറത്ത് നിരവധി പോലീസ് കാറുകൾ ശ്രദ്ധിച്ചു. അവിടെ ഡിറ്റക്റ്റീവ് ജെങ്കിൻസിനെ കണ്ടുമുട്ടി. വില്ലിന്റെ മൃതദേഹം ഗ്യാരേജിനുള്ളിൽ കണ്ടെത്തിയതായി അദ്ദേഹം മനസ്സിലാക്കി. സംഭവം ഇങ്ങനെ സംഭവിച്ചുവെന്ന് തനിക്കറിയില്ലെന്ന് ആർണി അവകാശപ്പെട്ടു. എന്നിട്ടും ഉള്ളിന്റെ ഉള്ളിൽ കാർ വീണ്ടും പൂർണ്ണമായി നന്നാക്കപ്പെടുകയും
തിളക്കത്തോടെ തിളങ്ങുകയും ചെയ്തതിനാൽ ക്രിസ്റ്റീനാണ് ഉത്തരവാദിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഡെന്നിസ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം ലീ അദ്ദേഹത്തെ വിളിച്ചു കാണാൻ ആവശ്യപ്പെട്ടു. അവരുടെ സംഭാഷണത്തിനിടയിൽ ക്രിസ്റ്റീൻ ആർണിയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തുവെന്ന് താൻ വിശ്വസിക്കുന്നുവെന്ന് ലീ സമ്മതിച്ചു. കാറിനോടുള്ള അനാരോഗ്യകരമായ അഭിനിവേശം കാരണം ആർണി യുക്തിരഹിതമായി പെരുമാറുകയാണെന്ന് അവർ വിശദീകരിച്ചു. ആർണി ഒരിക്കലും സ്വന്തമായി ഇത്തരം ഭയാനകമായ പ്രവൃത്തികൾ ചെയ്യില്ലെന്ന് ഡെന്നിസ് സമ്മതിച്ചു. എന്നിരുന്നാലും ക്രിസ്റ്റീന് തന്റെ മേൽ ശരിക്കും നിയന്ത്രണമുണ്ടെങ്കിൽ കാർ ഉടൻ നശിപ്പിക്കേണ്ടതുണ്ട്. ആ രാത്രിയിൽ ലീ വീട്ടിലേക്ക് മടങ്ങി. കുറച്ചു സമയത്തിനു ശേഷം ആർണി പെട്ടെന്ന് ക്രിസ്റ്റീനിലെത്തി. ഡെന്നിസിനെ തന്നോടൊപ്പം ഒരു ഡ്രൈവിന് പോകാൻ അദ്ദേഹം ക്ഷണിച്ചു. ഡെന്നിസ് കാറിൽ കയറി. പക്ഷെ ആർണി വീണ്ടും വിചിത്രമായി പെരുമാറുന്നത് അയാൾ പെട്ടെന്ന് ശ്രദ്ധിച്ചു. മുന്നറിയിപ്പില്ലാതെ ആർണി വളരെ അപകടകരമായ വേഗതയിൽ വാഹനമോടിക്കാൻ തുടങ്ങി. തുടർന്ന് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് 2 കൈകളും പൂർണ്ണമായി നീക്കം ചെയ്തത് കണ്ട് പരിഭ്രാന്തനായ ഡെന്നിസ് ക്രിസ്റ്റീൻ പൂർണ്ണമായി നിയന്ത്രണം വിട്ടിരിക്കുന്നുവെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. തനിക്കും ക്രിസ്റ്റീനുമിടയിൽ ഒന്നും ഒരിക്കലും വരില്ലെന്ന് ആർണി ശാന്തമായി മറുപടി പറഞ്ഞു. കാറിനെ പൂർണ്ണമായും വിശ്വസിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു. തന്റെ വാദം തെളിയിക്കാൻ ആർണി പെട്ടെന്ന് പൂർണ്ണ വേഗതയിൽ എതിർ ലൈനിലേക്ക് തിരിഞ്ഞു. എതിരെ വരുന്ന ഒരു വാഹനത്തിൽ ഇടിക്കുന്നത് കാർ കഷ്ടിച്ചൊഴിവാക്കി. തന്റെ സുഹൃത്ത് പതുക്കെ തന്റെ ബോധം നഷ്ടപ്പെടുകയാണെന്ന് ഡെന്നിസ് മനസ്സിലാക്കി. അടുത്ത ദിവസം ഡെന്നിസ് ക്രിസ്റ്റീന്റെ ഹുഡിൽ ഒരു സന്ദേശം എഴുതി ആ വൈകുന്നേരം ഗ്യാരേജിൽ വെച്ച് തന്നെ കാണാൻ ആർണിയോട് ആവശ്യപ്പെട്ടു. ആ രാത്രിയിൽ ഡെന്നിസും ലീയും വർക്ക്ഷോപ്പിനുള്ളിൽ അവനെ കാത്തുനിന്നു. ആർണി എത്താതിരുന്നപ്പോൾ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ബുൾഡോസറിൽ കയറി ഗ്യാരേജിനുള്ളിൽ കൊണ്ടുവന്നു. ആർണി എത്തിയ നിമിഷം ലീ ഓഫീസിനുള്ളിൽ തന്നെ തുടരാനും ഗേറ്റ് അടയ്ക്കാനും പദ്ധതിയിട്ടു. അതേസമയം ബുൾഡോസർ ഉപയോഗിച്ച് ക്രിസ്റ്റീനെ നശിപ്പിക്കാനും ഡെന്നിസ് ഉദ്ദേശിച്ചു. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ലീ ഓഫീസിലേക്ക് പ്രവേശിച്ചു. എന്നിരുന്നാലും ഗ്യാരേജിനുള്ളിലെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ ക്രിസ്റ്റീൻ രഹസ്യമായി ഒളിച്ചിരിക്കുന്നതായി ഇരുവർക്കും മനസ്സിലായില്ല. പെട്ടെന്ന് ഇരുട്ടിൽ കാറിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. ക്രിസ്റ്റീൻ മുന്നോട്ട് വേഗത കൂട്ടി ലീയെ തകർക്കാൻ ശ്രമിച്ചു. മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു ടയറിൽ പിടിച്ച് ലീ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ക്രിസ്റ്റീൻ നിർത്താതെ വീണ്ടും അവളെ ആക്രമിക്കാൻ തയ്യാറായി. ലീയെ പരിക്കേൽപ്പിക്കാതിരിക്കാൻ ഡെന്നിസ് വേഗത്തിൽ ക്രിസ്റ്റീന്റെ മുന്നിലേക്ക് എക്സ്കവേറ്റർ ഓടിച്ചു. തുടർന്ന് ക്രിസ്റ്റീൻ വർക്ക്ഷോപ്പിന്റെ മറുവശത്തേക്ക് നീങ്ങി. അതേസമയം ഡെന്നിസ് എക്സ്കവേറ്റർ എതിർദിശയിലേക്ക് ഓടിച്ചു. താമസിയാതെ 2 വാഹനങ്ങളും പരസ്പരം നേരിട്ട് അഭിമുഖീകരിച്ചു. ആ നിമിഷം ക്രിസ്റ്റീൻ ഇനി ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നില്ല എന്ന് വ്യക്തമായി. കാരണം ആർണി ഇപ്പോൾ സ്വമേധയാ കാറിനെ സഹായിക്കുകയായിരുന്നു. അവൻ പൂർണ്ണമായും ക്രിസ്റ്റീന്റെ നിയന്ത്രണത്തിലായി. പെട്ടെന്ന് ക്രിസ്റ്റീന്റെ ഹെഡ്ലൈറ്റുകൾ പ്രകാശിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ കേടായ കാർ വീണ്ടും സ്വയം നന്നാക്കാൻ തുടങ്ങി. അതേസമയം എക്സ്കവേറ്റർ പെട്ടെന്ന് പ്രവർത്തിക്കുന്നത് നിർത്തി. ഡെന്നിസ് ഉടൻ തന്നെ മെഷീൻ പുനരാരംഭിക്കാൻ ശ്രമിച്ചു. അതേസമയം ലീയെ കൊല്ലാൻ തീരുമാനിച്ച് ക്രിസ്റ്റീൻ ഓഫീസിലേക്ക് വേഗത കൂട്ടി. കാർ അവളുടെ അടുത്തേക്ക് പാഞ്ഞു കയറുന്നതിനിടയിൽ കാർ അതിന്റെ വഴിയിലുള്ളതെല്ലാം തകർത്തു. എന്നിരുന്നാലും ആ ശക്തമായ ആഘാതം പെട്ടെന്ന് ആർണിയെ വിൻഷീൽഡിലൂടെ നിലത്തേക്കെറിഞ്ഞു. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ ലീ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി. പക്ഷേ ആർണി പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ ഭയപ്പെടുത്തി. നിർഭാഗ്യവശാൽ വിൻഷീൽഡ് ഗ്ലാസിന്റെ ഒരു വലിയ കഷണം അവന്റെ ശരീരത്തിൽ തുളച്ചുകയറി. അവസാന നിമിഷങ്ങളിൽ ആർണി ക്രിസ്റ്റീനെ സമീപിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും താൻ വളരെയധികം സ്നേഹിച്ച കാറിന് തൊട്ടുമുന്നിൽ പരിക്കുകളോടെ അദ്ദേഹം താമസിയാതെ മരിച്ചു. ലീ ഉടൻ തന്നെ ഗരാജിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ക്രിസ്റ്റീൻ റിവേഴ്സിലേക്ക് മാറി അവളെ വീണ്ടും തകർക്കാൻ ശ്രമിച്ചു. ലീ സമയത്തിനുള്ളിൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടു. ക്രിസ്റ്റീൻ പിന്നീട് ഒരു വലിയ തൂണിലിടിച്ച് കുടുങ്ങി. ആ നിമിഷം ഡെന്നിസ് ഒടുവിൽ എക്സ്കവേറ്റർ പുനരാരംഭിക്കാൻ കഴിഞ്ഞു. അവസരം മുതലെടുത്ത് അയാൾ നേരിട്ട് ക്രിസ്റ്റീനിലേക്ക് വണ്ടിയോടിച്ചു. ഡെന്നിസ് എക്സ്കവേറ്റർ കാറിലേക്ക് അതിശക്തമായി ഇടിച്ചു. ആക്രമണത്തിനു ശേഷവും ക്രിസ്റ്റീൻ രക്ഷപ്പെടാൻ തീവ്രമായി ശ്രമിച്ചു. അവളെ കൊല്ലാനുള്ള മറ്റൊരാക്രമണത്തിൽ കാർ വീണ്ടും ലീയുടെ നേരെ തിരിഞ്ഞു. അത് അവളുടെ അടുത്തേക്ക് എത്തുന്നതിനു മുൻപ് ഡെന്നിസ് എക്സ്കവേറ്ററിന്റെ നഖം ഉപയോഗിച്ച് ക്രിസ്റ്റീനെ പിന്നിൽ നിന്ന് തകർത്തു. ഈ കനത്ത ആക്രമണത്തിൽ കുടുങ്ങിയ കാറിനെ ഗണ്യമായി ദുർബലപ്പെടുത്തി. ലീ പെട്ടെന്ന് എക്സ്കവേറ്ററിൽ കയറി ഡെന്നിസിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചു. അവർ വീണ്ടും അടുത്തേക്ക് നീങ്ങിയപ്പോൾ ക്രിസ്റ്റീൻ സ്വയം നന്നാക്കാൻ ശ്രമിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ദുഷ്മപ്നം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഡെന്നിസ് ബുൾഡോസർ പുനരാരംഭിച്ച് ക്രിസ്റ്റീനെ ആവർത്തിച്ച് തകർത്തു. തകർന്ന അവസ്ഥയിൽ പോലും കാർ നീങ്ങാൻ പാടുപെട്ടു. പക്ഷേ ഇത്തവണ ക്രിസ്റ്റീൻ ഒടുവിൽ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഒടുവിൽ മാരകമായ പോരാട്ടം അവസാനിച്ചു. അടുത്ത ദിവസം ഡെന്നിസും ലീയും ഒരു ജങ്ക് യാർഡിൽ ഡിറ്റക്റ്റീവ് ജെങ്കിൻസിനെ കണ്ടുമുട്ടി. അവിടെ അവർ ക്രിസ്റ്റീൻ ഒരു സ്ക്രാപ്പ് മെറ്റലിന്റെ കൂമ്പാരമായി ചുരുങ്ങുന്നത് കണ്ടു. ഒടുവിൽ അവർ 3 പേരും ജങ്ക് യാർഡ് ഉപേക്ഷിച്ചു. എന്നിരുന്നാലും നിമിഷങ്ങൾക്കുള്ളിൽ ക്രിസ്റ്റീന്റെ ഒരു ചെറിയ കഷണം പെട്ടെന്ന് സ്വന്തമായി നീങ്ങാൻ തുടങ്ങി. ഇതോടെ ആ ദുഷ്ടക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. ഇതോടുകൂടി നമ്മുടെ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നുവെന്നും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ എക്സ്പ്ലെയിനിന് എന്തെങ്കിലും തരത്തിൽ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഞാനത് ഉടനെ തന്നെ സോർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത ഏത് മൂവിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നും കമന്റ് ബോക്സിലിടാം.
അത്രയുള്ളൂ. എല്ലാരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.